ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ 2 മാർക്കിനോ 3 മാർക്കിനോ വരാൻ സാധ്യതയുള്ള 2 ചോദ്യമാണ്. അപ്പോൾ ടീച്ചർ ആദ്യം ചോദ്യം വായിക്കാം. അയ്യോ, ഗുണവും അനവധി ദോഷമായതു ഹംസ ഇങ്ങനെ വിലപിക്കാൻ കാരണമെന്ത്? ഉത്തരം നോക്കാം. സ്വർണ്ണവർണ്ണമുള്ള കൗതുകമുണർത്തുന്ന ഒരു ഹംസത്തെ നളൻ പിടികൂടുന്നു. ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന തന്നെ നളൻ പിടികൂടിയത് തൻ്റെ സവിശേഷത കണ്ടിട്ടാണെന്ന് ഹംസം കരുതുന്നു. തൻ്റെ ഗുണം തനിക്ക് തന്നെ ദോഷമായല്ലോ എന്ന് ഹംസം വിലപിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം കൂടി ഒന്ന് നോക്കാം. ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശയിതിങ്ങനെ വരികളിലെ ഭാഷാപരമായ പ്രത്യേകതകൾ കണ്ടെത്തുക. ഉത്തരം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വരികളിൽ ആദ്യത്തെ അക്ഷരമായ ജ, രണ്ടാമത്തെ അക്ഷരമായ ന എന്നിവ ആവർത്തിച്ചിരിക്കുന്നു. ഇതിനെ ആദ്യാക്ഷര പ്രാസപ്രയോഗമെന്നും ദ്വിതീയാക്ഷര പ്രാസപ്രയോഗമെന്നും പറയുന്നു. ഇത്തരം പ്രാസപ്രയോഗങ്ങൾ വരികൾക്ക് ഈണവും താളവും ശബ്ദഭംഗിയും ചൊല്ലഴകും നൽകുന്നു. ഓരോ ചോദ്യവും ഉത്തരവും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക.